അപ്പോൾ ഇന്നലെ ഞങ്ങൾ അമ്പലത്തിൽ പോയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അമ്പലത്തിൽ പോയിട്ട് കുഞ്ഞൂസിൻ്റെ പിറന്നാളാണ് ഇന്ന്. അപ്പോൾ ഇന്നലെ എന്ന് വെച്ചാൽ പോയത് കുഞ്ഞൂസും കൂടി ഉണ്ടല്ലോ. അപ്പോൾ നമുക്കൊരു വിശ്വാസമല്ലേ, ബർത്ത്ഡേ ഉള്ള ആൾക്കാരും കൂടെ കൂട്ടി പോയിട്ട് ചെയ്യാം. പിന്നെ ദൂരമൊക്കെ ആണെങ്കിൽ നമുക്ക് അവരുടെ പേരിൽ ചെയ്യാം. പിന്നെ ഇന്ന് പോകുമ്പോഴേ കുഞ്ഞൂസ് രാവിലെ സ്കൂളിൽ പോവും. അതുകൊണ്ട് പിന്നെ ഇന്നലെ ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് അയ്യപ്പൻ്റെ അമ്പലത്തിൽ പോയി. അപ്പോൾ പായസത്തിനൊക്കെ തലേന്ന് ഞങ്ങൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും വാങ്ങിയിട്ട് വരുന്ന വഴിക്ക് എന്നോട് പറഞ്ഞു ബ്രേക്ക്ഫാസ്റ്റ് എന്തെങ്കിലും ഉണ്ടാക്കി. ഞാൻ പറഞ്ഞു ഒന്നും ഉണ്ടാക്കിയില്ല, ഇനി പോയിട്ടുണ്ടാക്കണമെന്ന്. അപ്പോൾ പിന്നെ ഒരു കാര്യം ചെയ്യാം, നമുക്ക് എന്തെങ്കിലും വാങ്ങാമെന്ന്. അപ്പോൾ പിന്നെ എളുപ്പമായില്ലേ, അതും എളുപ്പമായി. ഇന്നെല്ലാം ഫ്രീ, ഇന്നൊന്നും പണിയേ ഇല്ല എന്ന് തന്നെ പറയാം രാവിലെ. അപ്പോൾ പിന്നെ 2 ഒനിയൻ ദോശ. അപ്പോൾ എന്നോട് പറഞ്ഞു അവിടെ നോക്കിയിട്ട് ഇഷ്ടമുള്ളത് അങ്ങ് പറഞ്ഞേക്കുന്ന്. അപ്പോൾ എല്ലാം നമ്മൾ ഏകദേശം കഴിച്ച് ടേസ്റ്റൊക്കെ നോക്കിയതാണ്. അപ്പോൾ വെറൈറ്റി വേണ്ടേ നമ്മൾ പുറത്തുനിന്നൊക്കെ കഴിക്കുമ്പോൾ. ഞാൻ പറഞ്ഞെന്നാൽ പിന്നെ ഒനിയൻ ദോശ. ഇവിടെ മെയിനായിട്ട് ദോശയുടെ ഒരു വെറൈറ്റീസാണേ. അതായത് ചീസ് ദോശ, ബട്ടർ ദോശ, പനീർ ദോശ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ചീസ് എനിക്ക് പൊതുവേ ഇഷ്ടമല്ലാത്തൊരു സംഭവമാണ്. ഏകദേശം ആൾക്കാരൊക്കെ പറയും ചീസ് എന്ന് പറഞ്ഞാൽ ജീവനായിട്ട് കരുതുന്നവർ. എനിക്ക് വലിയ ഇഷ്ടമല്ല, കഴിക്കും, ഇഷ്ടമല്ല. അങ്ങനെ ഒരു ഇഷ്ടം എന്ന് പറയാനൊന്നുമില്ല. അപ്പം ഞാനങ്ങനെ ഒരു 4 ഒനിയൻ ദോശയ്ക്കും പറഞ്ഞു, പിന്നെ ബോണ്ടയ്ക്കും പറഞ്ഞ് ഒരു പ്ലേറ്റ് ബോണ്ട. എനിക്കിങ്ങനെ വെറൈറ്റീസ് കണ്ടാൽ ഭയങ്കര ഇഷ്ടമാണ്. ബോണ്ടയൊക്കെ നമ്മൾ നാട്ടിൽ നിന്ന് കഴിച്ചതേ ഉള്ളൂ, അപ്പോൾ ഇവിടെ വന്ന് ഇതുവരെ കഴിച്ചിട്ടില്ല. അങ്ങനെ ഒനിയൻ ദോശ എന്നൊക്കെ പറഞ്ഞ് കേട്ടപ്പോഴും ഞാൻ വിചാരിച്ചത് വേറെന്തോ സംഭവമാണെന്നേ. അതായത് നമ്മുടെ ഉള്ളിയൊക്കെ മുറിച്ചിട്ട് ഒരു മസാലയൊക്കെ പോലെ അങ്ങനെയൊക്കെ ചെയ്ത് തരുന്നതെന്നാണ് വിചാരിച്ചത്. ഒന്നുമില്ല, ഇതുപോലെ ദോശ പരത്തിയിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് ഉള്ളി, ക്യാരറ്റ്, അതുപോലെ മല്ലിയില, പിന്നെ കുറച്ച് എന്തൊക്കെയോ പൊടികൾ, എനിക്കിന്ന് മുളക് പൊടിയൊക്കെ ആണെന്ന് തോന്നുന്നു, അതൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് തരും. ഇത്രയേ ഉള്ളൂ ഇവരുടെ ഒനിയൻ ദോശ. പക്ഷെ കുഴപ്പമില്ലേ, കഴിക്കാൻ കുഴപ്പമൊന്നുമില്ല. എന്താ പറയുക, അങ്ങനെ കൊള്ളില്ല എന്നൊന്നും പറയാം. പിന്നെ ഇവരുടെ ചട്നി അടിപൊളിയായിരുന്നു. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ വന്ന് കുഞ്ഞൂസ് കഴിക്കാൻ തുടങ്ങി. ഇനിയിപ്പോൾ ഞങ്ങളും കഴിക്കണം. പായസം എന്ന് വെച്ചാൽ എനിക്കതാ പറയാനുള്ളത്, വളരെ ക്വാണ്ടിറ്റി കുറവുള്ള. നമുക്കിപ്പോൾ വേറൊരാൾക്ക് കൊടുക്കണം എന്ന് പറഞ്ഞാൽ നടക്കില്ല. ഒരു പായസത്തിന് ഞങ്ങൾ ബുക്ക് ചെയ്തത്, ഞങ്ങൾക്ക് അറിയില്ലല്ലോ. അപ്പോൾ അങ്ങനെ നല്ല ടേസ്റ്റ് പായസമായിരുന്നേ, പാൽപ്പായസം. അതും കഴിച്ച് വൈകുന്നേരം കുഞ്ഞൂസിനുള്ള മുട്ടായി ചോക്ലേറ്റൊക്കെ വാങ്ങിയിട്ട് വരുന്ന വഴിയാണേ.